സോഷ്യൽ മീഡിയയിൽ പലരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ കറി വെക്കേണ്ടവരും അലക്കേണ്ടവരും എന്നെല്ലാം പറഞ്ഞിട്ട് ഭർത്താക്കന്മാരെ കളിയാക്കുന്ന വീഡിയോസാണ് കൂടുതലും. പക്ഷേ നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യമാർ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മളവർക്ക് ചെറിയ ചെറിയ ഹെൽപ്പെല്ലാക്കി അവരുടെ കുടുംബമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ വളരെ മനോഹരമാക്കുന്നത്. പലർക്കും അതിൻ്റെ സുഖം അറിയാത്തവരാണ് ഇതിനെയൊക്കെ കളിയാക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നല്ല മത്തിക്കറി നമ്മളെ ചാള മുളകിട്ടതാക്കാനുള്ള പരിപാടിയാണ്. വൈഫ് ഇപ്പുറത്ത് കൂട്ടുകറി ആക്കുന്നുണ്ട്. അപ്പോൾ ഇവള് എൻ്റെ ലീവാണ്, എങ്ങനെയോ ഒരു ലീവ് കിട്ടി, അങ്ങനെ ഇവിടെ ഉണ്ട്. അപ്പോൾ രാവിലെ മക്കളുടെ സ്കൂളിൽ പോയി, ഏതായാലും വരുമ്പോഴത്തേക്ക് നമ്മൾ അടിപൊളി കറിയൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം മത്തി മുളകിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ. അതിന് ശേഷമാണ് ചെറിയ രീതിയിൽ മസാല ആക്കുന്നത്. രണ്ടാമതും ഉള്ളിയും പച്ചമുളക് തക്കാളി ഇതൊക്കെ ഇട്ട് അതിൻ്റെ അത് കുറച്ച് പറങ്കിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ പറങ്കിപ്പൊടി ഇട്ട് വീണ്ടും ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചൂടാക്കുമെന്ന്. അപ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലാസ്റ്റ് ഇടയില്ല, പിന്നെ അതിൻ്റെ ഒരു കയപ്പടിക്കലുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ഇട്ടിട്ട് ആ മസാലയിലൊന്ന് ഇവരെയും കൂടെ മുക്കിയെടുക്കും. ഭാര്യയുടെ കൂട്ടുകറി അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് എൻ്റെ വക മത്തി മുളകിട്ടത്. നമുക്ക് നോക്കാമല്ലേ ആരുതാന്ന് അടിപൊളിയാകുമെന്ന്. ഏതായാലും ലാസ്റ്റ് ഇറങ്ങി കാണിച്ചു തരാം. എന്തിനാ ഓലനും ഉണ്ടാ? ഇന്ന് ഓലനും ഉണ്ട്. അപ്പോൾ ലീവായുണ്ട്. നമ്മ തന്നു വിട്ടിയാന്ന് അങ്ങനെ. അപ്പോൾ അതിനെക്കൂടല്ല ഓലനും കൂടെ റെഡിയാകുന്നുണ്ട്. പുളി ഇവിടെ പുതിർത്ത് വെച്ചിട്ടുണ്ട്. തീ കുറക്കാൻ മറന്നു. അതുകൊണ്ട് ഇങ്ങനെ പോലെ വന്ന് ലോ ഫ്ലെയിമിൽ അവിടെ വെച്ചിട്ടുണ്ട്. മസാല ഏകദേശം അതിന് നമുക്ക് പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് നോക്കാം. അതാ പണി കിട്ടി. ഒരു കയ്യിൽ വീഡിയോ, ഒരു കയ്യിൽ പാത്രമായിരുന്നു. ഒഴിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രശ്നമില്ല. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം അല്ലേ? നമുക്ക് വേറെ കറിയിലോട്ട് ഇന്ന് വറ്റിച്ചാക്കുന്നുണ്ട്, എന്നാലും കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കളറ് കുറഞ്ഞിട്ടുണ്ടല്ലേ? പക്ഷേങ്കിൽ ഇവിടെ ഇതിൻ്റെ മസാലയും കൂടെ വരാനുണ്ട്. അപ്പോൾ കളർ ഓക്കെ ആവും. എല്ലാം എങ്ങനെയൊക്കെയാണ് ഉള്ളത് എല്ലാം പണി കഴിഞ്ഞിട്ടൊന്ന് റെഡിയാക്കണം അത്രേ. അപ്പോൾ നമുക്ക് ഇവനൊന്ന് പതക്കട്ടെ. അപ്പോഴേക്ക് നമ്മളെ ഇവിടുന്ന് കൂട്ടുകറിക്ക് വേണ്ടുന്ന കൂട്ടുകറിക്ക് ചെറുതായിട്ട് പതിച്ച് വരുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അങ്ങോട്ടേക്ക് ഇടാം. ഇവിടെ സമയങ്ങളിൽ നിന്നല്ലേ നമുക്ക് ജസ്റ്റ് വെള്ളം കൂടെ അഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് മത്തിയിലകത്ത് ഇട്ടിട്ടാകും ജസ്റ്റ് ഇതിലേക്ക് കാണിച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ ആ മസാലയിൽ അങ്ങ് സെറ്റായിക്കോളും. മത്തിയെല്ലാം ഒന്ന് മുങ്ങി വരുന്നുണ്ട്. ഓക്കെയാണ്. ഞാൻ ഒരാളെടുക്കട്ടെ. എൻ്റെ മത്തിക്കറീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ? അതിനും കുറച്ച് കളർ പറഞ്ഞാൽ നമുക്ക് തോന്നുന്നുണ്ടല്ലേ? പക്ഷെ കുറച്ചും കൂടെ കുറുകും, അന്നേരം കുറച്ചും കൂടെ കളർ വരും. പിന്നെ നമ്മൾ സാധാ പറങ്കി ഉപയോഗിച്ചിട്ട് കാശ്മീരി ചില്ലിയല്ല, അതുകൊണ്ട് കളർ കുറച്ച് കുറവുണ്ടാവും. നല്ല എരിവ് നല്ലോണം ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഇടില്ല. പിന്നെ മക്കളെല്ലാം കൂട്ടണ്ടല്ലേ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാൻ ഇളക്കിന് ഇല്ല, കുഴപ്പമൊന്നുമില്ല. കൂട്ടർ ഏകദേശം സെറ്റാകുന്നുണ്ട്. നമ്മൾ പാത്രം അടിക്കലാണ്, അതുകൊണ്ടാണ് ഞാനത് ഏറ്റെടുത്തൊന്ന് ഇളക്കാൻ തീരുമാനിച്ചത്. കുഴപ്പമില്ല, അടിക്കൊന്നും പിടിച്ചില്ല. നമ്മളപ്പോൾ വറവാക്കേണ്ട പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ആയത്? ഓക്കെ. അതവിടെ നിന്ന് കുറച്ചുകൂടെ ഒന്ന് ആവും. സംഭവം സെറ്റായിന്, നല്ല കേടായിന്, രസമുണ്ടല്ലേ? ഇങ്ങോട്ട് ഇല്ല, നീ നോക്കിയിട്ടില്ലേ? കുറച്ച് അവിടെ കിട്ടല്ലേ? നമ്മൾ മത്തി മുളകിട്ടത് പതച്ച് വരുന്നുണ്ട്. കുറച്ച് തീ കുറക്കാം നമുക്ക്. അടുക്കട്ട് ഒന്ന് ഉപ്പ് നോക്കിയിട്ടില്ല, ഉപ്പ് നോക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, മസാലയിലൊന്ന് സെറ്റാക്കാം. അങ്ങനെ നമ്മളെ കൂട്ടറി സെറ്റായിരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ഒക്കെ കിട്ടുന്നുണ്ട്.
നമ്മൾ ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. അത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇരുന്നുകൊണ്ടിലേക്ക് എൻ്റെ മത്തി കിടന്ന് പിളക്കുന്നുണ്ട്. കറി ഇപ്പം കണ്ട നിങ്ങൾ സെറ്റായില്ലേ? നല്ല നെയ്യെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടുകാർക്ക് വേണ്ട വറവ് തയ്യാറാക്കലാണ്. ആയിപ്പോയി. ഗ്യാസ് ഓഫ് വെക്ക എന്താ ഓക്കെ. അങ്ങനെ കൂട്ടുകറി റെഡിയായിരിക്കുകയാണ്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏതായാലും നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണ മെയിനാണ്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുണി വെച്ചിട്ട് ഇളക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയിലൊന്ന് സെറ്റാക്കാം. അങ്ങനെ നമ്മളെ മത്തി മുളകിട്ടതായിട്ടുണ്ട്. കുറച്ചും കൂടെ ഉപ്പ് അധികമായി പിന്നെ കല്ലുപ്പ് ഇട്ടാണ് ആദ്യം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് അധികമായിപ്പോണ്ട് ഞാനൊരു ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കൂടി ഇപ്പോൾ ഉപ്പ് സെറ്റായി. അപ്പോൾ നമുക്ക് വാങ്ങാം. കുറച്ച് മേടിച്ച് വെച്ച് അപ്പോൾ ചങ്ങായിമാരെ എല്ലാവരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും എന്താ പറയുക, നമ്മുടെ അടുക്കളയിൽ ഭാര്യനെയൊക്കെ സഹായിക്കാം. പലരും പല അഭിപ്രായങ്ങളും പല രീതിയിലുള്ള കളിയാക്കലൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അടുക്കള ഭാര്യമാർക്ക് മാത്രമുള്ളതല്ല. നമ്മളെല്ലാവരും കയറിയിട്ട് എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം നമ്മുടെ ജീവിതം നന്നാക്കി എടുക്കേണ്ടത് ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാ സപ്പോർട്ടും കൊടുത്ത് അവരുടെ കൂടെ നിൽക്കുക. വെറുതെ നിന്ന് കൊടുത്താൽ തന്നെ ഭാര്യമാർക്ക് അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീട്ടിൽ കാണാം. ബൈ.